ലളിതാ സഹസ്രനാമത്തിൻ്റെ 7-ാം ശതകം കഴിയാറായി. നമ്മളിന്ന് 695 മുതൽ 727 വരെയുള്ള നാമങ്ങളാണ് കാണുവാൻ പോകുന്നത്. 136-ാം ശ്ലോകം. ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി. ദീക്ഷിത, ദീക്ഷയോടുകൂടിയവളാണ് ദേവി എന്നാണ് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. ദീക്ഷ എന്ന പദത്തിന് ജ്ഞാനത്തെ പ്രാപിക്കുന്നതെന്നും ദീക്ഷ സ്വീകരിച്ചവളെന്നും രണ്ടർത്ഥം കാണുന്നു. ജ്ഞാനസ്വരൂപിണിയാണ് ദേവി എന്നതുകൊണ്ട് ദീക്ഷിത എന്ന് പറയാം. ദേവി ഭക്തരുടെ പാപങ്ങളെല്ലാം നശിപ്പിച്ച് മോക്ഷം നൽകുന്നതിനാലും ദീക്ഷിത എന്നറിയപ്പെടുന്നു. ഒരു കാര്യസാധ്യത്തിനു വേണ്ടി ദൃഢനിശ്ചയത്തോടുകൂടെ ഒരു നിശ്ചിത കാലം അതിന് വിധിക്കപ്പെട്ട ധർമാചാരങ്ങൾ ശീലിച്ച് ക്രിയ ചെയ്യുന്നതിനെ ദീക്ഷ എന്ന് പറയുന്നു. ദേവി ദീക്ഷിതയായതിനാൽ ഭക്തർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്നും പറയുന്നു. ദൈത്യശമനി, ദൈത്യന്മാരെ നശിപ്പിക്കുന്നവളാണ് ദേവി എന്ന് അർത്ഥം വരുന്നു. കശ്യപ മഹർഷിയുടെ പത്നിമാരാണ് അദിതിയും ദിതിയും. അദിതിയുടെ പുത്രന്മാർ ആദിത്യന്മാരും ദിതിയുടെ പുത്രന്മാർ ദൈത്യന്മാരും. സഹോദരങ്ങളാണെങ്കിലും ഗുണത്തിലും സ്വഭാവത്തിലും രണ്ട് ധ്രുവങ്ങൾ പോലെയാണ് ആദിത്യന്മാരും ദൈത്യന്മാരും. ദേവന്മാർ, അതായത് ആദിത്യന്മാർ, ദേവിയെ ഭജിക്കുന്നു. അതുകൊണ്ട് ദേവി അവരെ സംരക്ഷിക്കുന്നു. ആസുരിക സ്വഭാവമുള്ളവരാണ് ദൈത്യന്മാർ എന്നതിനാൽ അവർ എല്ലാവർക്കും ഉപദ്രവമാവുന്നു. അവരുടെ ഉപദ്രവം സഹിക്കവയ്യാതായാൽ ദേവി അവതരിച്ച് ദൈത്യരെ നശിപ്പിക്കുന്നു. സർവ്വലോകവശങ്കരി, സർവ്വലോകങ്ങളെയും തൻ്റെ വശത്താക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. സർവാർത്ഥദാത്രി, എല്ലാ അർത്ഥങ്ങളെയും നൽകുന്നവളാണ് ദേവി. പുരുഷാർത്ഥങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയെ തരുന്നവളാണ് ദേവി. സാവിത്രി, പരമശിവൻ സവിത എന്ന പേരിലും പ്രസിദ്ധനാണ്. അതുകൊണ്ട് ശിവപത്നിയായ ദേവി സാവിത്രിയായി. സച്ചിദാനന്ദരൂപിണി, സത്ത് ചിത്ത് ആനന്ദരൂപമായവളാണ് ദേവി എന്ന് വിശേഷിപ്പിക്കുന്നു ഇവിടെ. എല്ലാ കാലത്തും എവിടെയും എല്ലാമായി പൂർണ്ണമായി നിലനിൽക്കുന്നതാണ് സത്ത്. വേറെ ഒന്നിൻ്റെയും സഹായമില്ലാതെ ശുദ്ധമായ നിരാകാരമായ ജ്ഞാനമാണ് ചിത്ത്. ഒരു വസ്തുവിൻ്റെയും പ്രേരണയില്ലാതെ വെറും ആനന്ദമായി എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ആനന്ദം. ഇത് മൂന്നും ദേവിക്കുള്ളതിനാൽ ദേവി സത്ത് ചിത്ത് ആനന്ദരൂപിണിയായി. ദേവിയുടെ 700 നാമങ്ങളും 7-ാം ശതകവും കഴിഞ്ഞു. 137-ാമത്തെ ശ്ലോകം. ദേശകാലാപരിച്ഛിന്ന സർവഗാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി. ദേശകാലാപരിച്ഛിന്ന, ദേശം കൊണ്ടോ കാലം കൊണ്ടോ പരിച്ഛേദിക്കാനാവാത്തവളാണ് ദേവി എന്ന് പറയുന്നു. ഇത് നാം ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ്. സർവഗ, എല്ലാ വസ്തുക്കളിലും ഹൃദയാന്തർഭാഗത്ത് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ദേവിയെ സർവാന്തര്യാമിയായിരിക്കുന്നവൾ എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. സർവമോഹിനി, ദേവിയെ സർവ്വജനങ്ങളെയും മോഹിപ്പിക്കുന്നവൾ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ദേവി തൻ്റെ മായാശക്തിയാൽ ജനിക്കുമ്പോൾ തന്നെ എല്ലാത്തിനെയും മോഹിപ്പിച്ച് ദ്വൈതഭാവം ജനിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണത്രേ നമുക്ക് ദേവിയെ കാണുവാൻ സാധിക്കാത്തത്. സരസ്വതി, സരസ്വതി രൂപത്തിൽ ദേവി തൻ്റെ ഭക്തന്മാർക്ക് വിജ്ഞാനം നൽകുന്നതിനാൽ ദേവിയെ സരസ്വതി അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപിണി എന്ന് വിശേഷിപ്പിക്കുന്നു. ലക്ഷ്മി ദേവി, സരസ്വതി ദേവി എന്നിവർ ദേവിയുടെ വിവിധ സ്വരൂപങ്ങളാണ്. ശാസ്ത്രമയി, ദേവി ശാസ്ത്രങ്ങളുടെ വികാരമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മീമാംസ, ന്യായശാസ്ത്രം, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എന്നിവ ദേവിയുടെ കണ്ഠത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള രേഖയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അതുകൊണ്ട് ദേവി ശാസ്ത്രമയായി. ഗുഹാംബ, ഗുഹൻ്റെ അമ്മ, ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ ദേവിയെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ഗുഹൻ, അതായത് കാർത്തികേയൻ, മുരുകൻ, സുബ്രഹ്മണ്യൻ. കാർത്തികേയൻ്റെ അമ്മയാണല്ലോ ദേവി പാർവതി. ഹൃദയത്തിലുള്ള ഹൃദയാകാശത്തിൽ, അതായത് ഗുഹയിൽ ആണ് ദേവി സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം കണ്ടതാണ്. അതുകൊണ്ട് ദേവിയെ ഗുഹാംബ എന്നും വിശേഷിപ്പിക്കുന്നു. ഗുഹ്യരൂപിണി, ദേവി രഹസ്യമായുള്ള രൂപമുള്ളവളാണ് എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ദേവിയുടെ രൂപം രഹസ്യമായി വച്ചിരിക്കുന്നു. ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ദേവിയെ അറിയുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. അശ്രദ്ധയോടെ അടുത്താൽ ദേവിയെ തെറ്റായി മനസ്സിലാക്കുമെന്നതിനാലാണ് ഗുഹ്യരൂപത്തിൽ വച്ചിരിക്കുന്നത് എന്നും പറയുന്നു. 138-ാം ശ്ലോകം. സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി. സർവോപാധി വിനിർമുക്ത,
എല്ലാവിധ ഉപാധികളിൽ നിന്നും ദേവി മുക്തയാണ് എന്ന് കാണിക്കുന്നു ഈ നാമം. ദേശകാലാപരിച്ഛിന്നയായ ദേവിക്ക് യാതൊരു ഉപാധികളുമില്ല എന്ന് അർത്ഥമാക്കുന്നതാണ് ഈ നാമം. സദാശിവ പതിവ്രത, സദാശിവൻ്റെ ധർമ്മപത്നിയായവൾ, സദാശിവൻ തന്നെ പതി എന്ന വ്രതത്തോടു കൂടിയവൾ എന്നൊക്കെ ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. സമ്പ്രദായേശ്വരി, സമ്പ്രദായങ്ങളുടെ ഈശ്വരിയാണ് ദേവിയെന്ന് ഈ നാമം കാണിക്കുന്നു. തലമുറ തലമുറയായി പിന്തുടർന്നു വരുന്ന ചട്ടങ്ങളെയും ആചാരങ്ങളെയും സമ്പ്രദായമെന്ന് പറയുന്നു. സമ്പ്രദായം എന്നൊരു പ്രസിദ്ധമായ മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൻ്റെ ഈശ്വരിയാണ് ദേവിയെന്നും പറയുന്നു. സാധ്വി, ഇത് രണ്ട് നാമങ്ങളായിട്ട് മനസ്സിലാക്കണം. സാധു എന്നും ഈ എന്നും. സാധു, ഉചിതമായിരിക്കുന്നവൾ, സമചിത്തതയോടുകൂടിയവൾ എന്നൊക്കെയാണ് സാധുവിനെ അർത്ഥം കാണുന്നത്. സാധന സഹജമായവനെ സാധു എന്ന് പറയുന്നു. അവന് ദ്വൈതഭാവം ഉണ്ടാവില്ല. ആര് തന്നെ പ്രശംസിച്ചാലും അധിക്ഷേപിച്ചാലും ഒരു ഭാവമാറ്റവും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് ദേവിയും എന്ന് പറയുന്നു. ഈ ഇതൊരു കാമകലാക്ഷരമാണ്. പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ പ്രഥമകൂടമായ വാഗ്ഭവകൂടത്തിൻ്റെ മൂന്നാമത്തെ അക്ഷരം ശക്തി അംഗമായ ഈ ആകുന്നു. അത് കാമകല എന്നറിയപ്പെടുന്നു. കാമേശ്വരൻ്റെ ശക്തി സ്വരൂപമാണത്. ഈ അക്ഷരം തന്നെയാണ് മന്മഥനെ, അതായത് കാമദേവനെയും സൂചിപ്പിക്കുന്നത്. ദേവി ഈ എന്ന അക്ഷരത്തിൻ്റെ രൂപമായവളാണ് എന്ന് ഇവിടെ പറയുന്നു. ഗുരുമണ്ഡല രൂപിണി, ഗുരുമണ്ഡലം സദാ വളരുന്നതാണ് എന്ന് പറയുന്നു. സദാശിവനിൽ നിന്ന് തുടങ്ങി ഉപാസകൻ്റെ ഗുരു വരെ ആ മണ്ഡലം ഒരു വിടവുമില്ലാതെ വളർന്നിരിക്കുന്നു. ഇതിൻ്റെ ആദിയും അന്തവും ആർക്കും അറിയില്ല എന്ന് പറയുന്നു. ദേവി മംഗളമായ ഗുരുവിൻ്റെ രൂപത്തിൽ ആവിർഭവിച്ച് ഉപാസകന് മംഗളം നൽകുന്നു എന്നതിനാൽ ദേവിയെ ഗുരുമണ്ഡല രൂപിണി എന്ന് പറയുന്നു. 139 ശ്ലോകം. കുലോത്തീർണ ഭഗാരാധ്യ മായാ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ. കുലോത്തീർണ, ഇവിടെ കുലം എന്നതിന് ഇന്ദ്രിയങ്ങളുടെ സമൂഹം എന്നാണ് അർത്ഥമെടുക്കുന്നത്. അപ്പോൾ ഈ നാമം കൊണ്ട് ദേവിയെ കുലത്തെ അതിക്രമിച്ചവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ദേവി കർമ്മേന്ദ്രിയങ്ങളാലോ ജ്ഞാനേന്ദ്രിയങ്ങളാലോ അറിയുവാൻ കഴിയാത്തവളാണ് എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളാൽ ലഭിക്കുന്നത് പരിമിതമായ അറിവാണെന്ന് പറയുന്നു. ശ്രീചക്രത്തിലെ കുലോത്തീർണ യോഗിനിയായവളെന്നും അർത്ഥം പറയുന്നു. ഭഗാരാധ്യ, ഭഗത്തിൽ ആരാധ്യ, ഭഗത്താൽ ആരാധ്യ, യോനീരൂപമായ ത്രികോണകുണ്ഡത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം വരുന്നു. ഭഗമെന്നാൽ സൂര്യമണ്ഡലമാണ്. സൂര്യമണ്ഡലത്തിൽ ദേവിയെ ആരാധിക്കുന്ന രീതിയുണ്ട്. ഭാനുമണ്ഡല മധ്യസ്ഥ എന്ന നാമം ഇത് കാണിക്കുന്നു. ഭഗ എന്നാൽ ഏകാരം എന്നും പറയാം. ഏകാരത്താൽ ആരാധിക്കപ്പെടേണ്ടവൾ ഭഗാരാധ്യ. ദേവിയുടെ മന്ത്രത്തിലെ എ എന്ന അക്ഷരവും ആധാരവും ബീജവുമാകുന്നു. അത് ത്രികോണ രൂപത്തിലുമാണ്. ത്രികോണാകൃതിയിലുള്ള ഹോമകുണ്ഡത്തിൽ ദേവിക്ക് ഹോമം നടത്തുന്ന സമ്പ്രദായമുണ്ട് എന്നും ആ ഹോമകുണ്ഡത്തിന് യോനി എന്നാണ് പറയപ്പെടുന്നത് എന്നും വ്യാഖ്യാനമുണ്ട്. ഭഗം എന്ന പദത്തിന് യോനി എന്നും അർത്ഥമുണ്ട്. മായ, ശരിയായ അറിവിനെ മറയ്ക്കുന്നതെന്തോ അത് മായ എന്ന ആവരണശക്തിയാണ്. അതാണ് ദേവി എന്ന് പറയുന്നു. ദേവി ഒരു ആവരണശക്തിയായി ഒരു വസ്തുവിൽ അല്ലാത്തതിനെ തോന്നിപ്പിക്കുന്നു, അതായത് മറ്റൊന്നായി തോന്നിപ്പിക്കുന്നു. സ്വപ്നം, ഇന്ദ്രജാലം എന്നിവ പോലെ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്ന ശക്തിയാണ് എന്ന് ദേവീ പുരാണത്തിൽ പറയുന്നു. മധുമതി മഹി, ഇത് രണ്ട് നാമങ്ങളാണ്, മധുമതി എന്നും മഹി എന്നും. മധുമതി, മധു എന്നാൽ തേൻ. അപ്പോൾ ദേവിക്ക് തേൻ വളരെ പ്രിയമായിട്ടുള്ളവൾ എന്ന് വിശേഷിപ്പിക്കാം. യോഗിനിമാരുടെ വർണ്ണനയിൽ നമ്മൾ ദേവിക്ക് തേൻ ഇഷ്ടമാണ് എന്നും കണ്ടിരുന്നു. മഹി, ഭൂമി, പ്രകൃതിസ്വരൂപിണി, ഗോസ്വരൂപിണി, ബുദ്ധിസ്വരൂപിണി, പുണ്യനദി എന്നൊക്കെ ഈ പദത്തിന് അർത്ഥം കാണാം. മഹി എന്ന പേരിൽ ഒരു പുണ്യനദിയുണ്ട്. ദേവിയെ ഇവയെല്ലാമായി വിശേഷിപ്പിക്കാം. ഗണാംബ, ഗണങ്ങളുടെ അമ്പ, അമ്മ. ഗണനാഥൻ്റെ, ഗണപതിയുടെ അമ്മ. സംഘങ്ങളായി ആരാധിക്കുവാൻ യോഗ്യയായവൾ, നക്ഷത്ര സമൂഹങ്ങളുടെ ജനയിത്രി എന്നൊക്കെ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കുന്നു. ഗണങ്ങളെന്നാൽ ശിവഗണങ്ങൾ, ദേവന്മാർ, സിദ്ധന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ എന്നിവരാണ്. ഇവരെയെല്ലാം ദേവിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഗണപതി എല്ലാ ഗണങ്ങളുടെയും നാഥനാകുന്നു. ആ ഗണപതിയുടെയും അമ്മ ദേവിയാണല്ലോ. ദേവിയെ ഭക്തന്മാർ ഗണങ്ങളായി, അതായത് സംഘങ്ങളായി ചേർന്ന് ആരാധിക്കാറുണ്ട്. ജനങ്ങളുടെ കൂട്ടമായ ആരാധനയും ദേവിക്ക് ഉപാസകൻ്റെ ഏകാന്തതയിലുള്ള ആരാധന പോലെ തന്നെ പ്രിയപ്പെട്ടതാണ്.
ജ്യോതിർഗോളങ്ങളെ സൃഷ്ടിച്ചതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി അവരുടെയും അമ്മയാണ്. ചതുരംഗസേനയിൽ 27 ആനകൾ, 27 രഥങ്ങൾ, 81 കുതിരകൾ, 135 കാലാൾ എന്നിവയുള്ള ഒരു വിഭാഗത്തിനെയും ഗണമെന്ന് പറയാം. ധർമ്മയുദ്ധത്തിൽ ഒരു അമ്മ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഈ ഗണത്തെയും സംരക്ഷിക്കുന്നു എന്നതുകൊണ്ടും ദേവി ഗണാംബയാണ്. ഗുഹ്യകാരാധ്യ. ദേവന്മാരിൽ ഒരു ഗണമാണ് ഗുഹ്യകന്മാർ. കുബേരൻ്റെ പരിചാരകരായി യജമാനൻ്റെ നിധി സൂക്ഷിക്കുന്നവരാണ് ഇവർ. അവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നതിനാൽ ഗുഹ്യകാരാധ്യ എന്ന് പറയുന്നു. കോമളാംഗി. കോമളമായ അംഗങ്ങളോട് കൂടിയവളാണ് ദേവിയെന്ന് വർണ്ണിക്കുന്നു ഇവിടെ. ഗുരുപ്രിയ. ലോകങ്ങൾക്കെല്ലാം ആദിഗുരുവായ എല്ലാ വിദ്യയുടെയും ഈശനായ പരമശിവൻ്റെ പ്രിയപത്നിയായതുകൊണ്ട് ദേവിയെ ഗുരുപ്രിയ എന്ന് പറയുന്നു. ദേവഗുരു ബൃഹസ്പതിയും ഗുരുവാണ്. ബൃഹസ്പതിക്ക് വളരെ പ്രിയമായ ശ്രീവിദ്യ സ്വരൂപിണിയാണ് ദേവി. ഉപാസകന്മാർക്ക് മന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ഗുരുക്കന്മാരോട് പ്രിയമുള്ളവളെന്നും അർത്ഥം പറയാം. 140 ശ്ലോകം. സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി. സ്വതന്ത്ര. ആരുടെയും ആശ്രയവും നിയന്ത്രണങ്ങളുമില്ലാതെ എല്ലാം ചെയ്യുന്നവൾ, ആത്മീയമായ തന്ത്രങ്ങളോട് കൂടിയവൾ, ശൈവം, വൈഷ്ണവം, ഗാണപത്യം എന്നീ തന്ത്രങ്ങളിൽ ഉള്ളവൾ, പരമാത്മാവിനെ ആശ്രയിച്ചവൾ എന്നൊക്കെ ഈ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കുന്നു. സാധാരണക്കാർക്ക് ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, പരസഹായം എന്നിവ ആവശ്യമാണ്. എന്നാൽ ദേവിക്ക് സങ്കല്പം മാത്രം കൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ നടത്താനാകുമെന്നതിനാൽ പരാശ്രയം കൂടാതെ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് പറയുന്നു. കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്യാതിരിക്കുവാനും ദേവിക്ക് അധികാരമുണ്ട്. ഗണപതി തുടങ്ങിയ മറ്റു ദേവതകളെ വിഗ്രഹത്തിലോ യന്ത്രത്തിലോ ആരാധിക്കുമ്പോൾ അവയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നുണ്ട്. പിന്നീട് ആവാഹനം, ആസനം, പാദ്യം തുടങ്ങിയ ഷോഡശ ഉപചാരങ്ങൾ ചെയ്യുന്നു. ദേവീശക്തിയാണ് പ്രാണപ്രതിഷ്ഠ. അതുകൊണ്ട് ദേവിയുടെ സഹായമില്ലാതെ ഒരു ആരാധനയുമില്ല. ദേവിയുടെ ആരാധനയ്ക്കാവട്ടെ ദേവീശക്തി തന്നെയാണ് പ്രാണപ്രതിഷ്ഠ. സ്വൻ എന്ന് പറഞ്ഞാൽ ആത്മീയൻ, അതായത് ഭർത്താവ്. തന്ത്ര എന്നാൽ അധീന. പരബ്രഹ്മസ്വരൂപിണിയായ പരമശിവന് അധീനയായവൾ സ്വതന്ത്ര. ശിവനും ശക്തിയും ഒന്നാണെന്ന് വീണ്ടും പറയുന്നു. സർവതന്ത്രേശി. എല്ലാ തന്ത്രങ്ങൾക്കും ഈശ്വരിയായവളാണ് ദേവി എന്ന് പറയുന്നു. എല്ലാ തന്ത്രങ്ങളുടെയും ഈശ്വരിയായി അവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നത് ദേവിയാണ്. ദക്ഷിണാമൂർത്തി രൂപിണി. തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവരൂപമാണ് ദക്ഷിണാമൂർത്തി. സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം സർവസംഘപരിത്യാഗിയായ ശിവൻ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് തപസ് ചെയ്തു എന്ന് പുരാണങ്ങളിൽ പറയുന്നു. ബ്രഹ്മാവ്, നാരായണൻ എന്നിവർക്ക് വേദാന്ത തത്വം ഉപദേശിക്കുമ്പോഴും ശിവൻ തെക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ഉപദേശങ്ങൾ നൽകിയത്. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയുടെ രൂപത്തോടു കൂടിയവളാണ് ദേവി എന്ന് പറയുന്നു. തെക്കോട്ടുള്ള ദൃഷ്ടി നാശത്തെ കുറിക്കുന്നു, വടക്കോട്ടുള്ളത് അമൃതത്വത്തെയും കുറിക്കുന്നു. അതിനാൽ പരമശിവൻ സ്വയം തെക്കോട്ടും ശിഷ്യന്മാരെ വടക്കോട്ടും നോക്കി ഇരുത്തി എന്ന് പറയുന്നു. ശിവശക്തി രൂപം 3 തരത്തിലാണത്രേ. ഒന്ന്, ശിവനും ശക്തിയും വെവ്വേറെ പൂജിക്കപ്പെടുന്നു. 2 പേരെയും 2 മൂർത്തികളായി കാണുന്നു. രണ്ടാമത്തേത്, ശിവനും ശക്തിയും ഒരേ മൂർത്തിയിൽ അർദ്ധനാരീശ്വര സ്വരൂപമായി. മൂന്നാമത്തേത്, ഒരു ശക്തിയിൽ മറ്റേ ശക്തി ലയിച്ച രൂപത്തിലും. അതായത് ദേവിയിൽ ശിവൻ ലയിച്ച രൂപം കാമാക്ഷി രൂപവും ശിവനിൽ ദേവി ലയിച്ച രൂപം ദക്ഷിണാമൂർത്തിയായും പറയുന്നു. ശിവനിൽ ലയിച്ച ദേവി ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നു ഈ നാമത്തിൽ. സനകാദി സമാരാധ്യ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാൽ സനകാദികളാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുന്നു. ഈ 4 പേരും ദേവി ഉപാസകരാണ്. അവരുടെ ഗുരുദേവൻ ദക്ഷിണാമൂർത്തിയാണ്. ശിവജ്ഞാനപ്രദായിനി. ശിവതത്വത്തെപ്പറ്റിയുള്ള ജ്ഞാനം നൽകുന്നവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ശിവ വിഷയമായ ജ്ഞാനം ദേവി മൂലമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നു. 140 ശ്ലോകങ്ങളും 727 നാമങ്ങളും കഴിഞ്ഞു. 8ാം ശതകത്തിലാണ് നമ്മളിപ്പോൾ. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി. ദേശകാലാപരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി.
സർവോപാധിവിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യ മായ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി. അടുത്ത 5 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.